ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി കനകത്തോട് പറയുന്നുണ്ട്, നീ നിന്റെ മകനെ ഒന്ന് സൂക്ഷിച്ചോ, അവനെ അല്ലെങ്കിൽ ആ വേലക്കാരിയുടെ ഒപ്പം പോകും, അതുറപ്പ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കനല് നമ്മുടെ കനകത്തിന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുകയാണേ. ഇതേ സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ മനുവിനോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല അവിടെ എന്താ പ്രശ്നം, എന്ത് പ്രശ്നമായാലും നീ നിന്റെ അനിയനെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ വല്ലയിടത്തും കിടക്കുന്ന വേലക്കാരനെയാണോ നീ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ഞാനേ ന്യായത്തിന്റെ പക്ഷത്തെ നിൽക്കുകയുള്ളൂ, നീ അമ്മയുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പാവം പെണ്ണിനെ കുരുത്തേക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ ഒരു സംശയങ്ങൾ നമ്മുടെ കനകത്തിന്റെ മനസ്സിൽ വല്ലാതെ കിടക്കാണ് കേട്ടോ. ഇതേ സമയത്ത് ഓരോ ദിവസം കനകത്തിന് നല്ല ഭയമുണ്ട്. അതായത് തൻ്റെ കൂട്ടുകാരിയുടെ മകള് നമ്മുടെ മനുവിനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെ തരത്തിനൊത്ത ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും. ഇനി മനുവെങ്ങാനും പ്രേമിച്ച് ആ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരും, എന്നാൽ ഈ സൊസൈറ്റി ജീവിച്ചിട്ട് കാര്യമില്ല, എല്ലാവരുടെ മുൻപിൽ അപമാനിക്കപ്പെടേണ്ടി വരും. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു വേലക്കാരിനെ കെട്ടി നിറഞ്ഞാൽ പിന്നെ അതിൽ പല നാണക്കോട് വേറെ ഒന്നുമില്ല എന്നൊക്കെ ഓർത്ത് കമലം ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനുവിൻ്റെ നീക്കങ്ങളൊക്കെ ഓരോ പ്രാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മനു വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ വൈജയന്തിയെ വിളിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആ മനു ഇന്ന് വീട്ടിൽ വന്നിരുന്നല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. മനുവിനോട് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, ആ മുത്തശ്ശിയെ കാണാൻ പോയി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മനുവിൻ്റെ ഉള്ളിൽ മുത്തശ്ശിനെ കാണാനും അതുപോലെ തന്നെ അലീനനെ കാണാനും കൂടി ആയിരിക്കും കേട്ടോ മനു പോകുന്നത്. എന്നാൽ മനു അമ്മയോട് പറയുന്നുണ്ട് മുത്തശ്ശിയെ കാണാൻ വേണ്ടി പോകുന്നതാണെന്ന്. പക്ഷെ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ നമ്മുടെ കനകം. അങ്ങനെ കനകത്തിൻ്റെ സംശയം ബലം പ്രാപിക്കുകയാണേ. അതായത് കനകം ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ എപ്പോഴും മുത്തശ്ശീനെ കാണാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നത് ആ പെണ്ണിനെ കാണാനാണ്. ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ മകനെ എനിക്ക് കൈവിട്ടു പോകും എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ നമ്മുടെ കനകം. അങ്ങനെ കനകം ഒരു ഉറച്ച തീരുമാനം എടുക്കുക, എന്തായാലും കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുക, എന്നിട്ട് എങ്ങനെയെങ്കിലും അവളെ അവിടെ ഒന്ന് പുറത്ത് ചാടിക്കണം, അല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ കനകത്തിൻ്റെ ഭർത്താവിനോടും മക്കളോടും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ദിവസം അമ്മയുടെ അടുക്ക പോയി നിൽക്കുകയാണേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അമ്മയുടെ അടുക്കല്ലോ, എന്തിനാ ഇപ്പം മുത്തശ്ശിയുടെ അടുക്കലേക്ക് അമ്മ പോകുന്നത്? ഓ, മുത്തശ്ശി അവിടെ കുറച്ച് ദിവസമായില്ലേ ഇവിടുന്ന് വയ്യാതൊക്കെ പോയിട്ട്, പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ലല്ലോ, അതുകൊണ്ടൊന്ന് പോയേക്കാന്ന് വെച്ചു. ഓ, ഇവിടെ നിന്നപ്പം ഇല്ലാത്ത സ്നേഹം പെട്ടെന്ന് അങ്ങനെ അമ്മയെ പൊട്ടിമുളച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കനകൻ ദേഷ്യപ്പെടുന്നുണ്ടേ മനുവിനോട്, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? എനിക്കിപ്പോൾ അമ്മേനെ കാണാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. കുറച്ച് ദിവസം ഞാൻ ഇവിടെ പോയി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഓഹോ, അപ്പോൾ കുറച്ച് ദിവസം എന്തോ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. അമ്മ ഒന്നും കാണാതെ അവിടെ പോയി നിൽക്കാമെന്ന് പറയത്തില്ല, അതും ആ നാത്തൂൻ്റെ അടുത്തേ എന്ന് പറയുമ്പോൾ ഞാനും നാത്തൂരും തമ്മിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, പക്ഷേ അമ്മേനെ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, അതായത് എൻ്റെ മുത്തശ്ശിനെ നോക്കാൻ വേണ്ടി അവിടെ നിൽക്കുക എന്ന് പറഞ്ഞതിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പന്തികേടുമില്ല, എനിക്ക് അമ്മേനെ ഒന്ന് കാണണമെന്ന് തോന്നി, വയ്യാതൊക്കെ ഇരിക്കല്ലേ, നാട്ടുകാർ കേട്ടാലും എന്ത് പറയും, ഇത്ര വയ്യാതെ ഇവിടുന്ന് പോയിട്ട് ഞാനൊന്നും അവിടെ വരെ ചെന്നെത്തി നോക്കിയില്ല എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഞാൻ പോകുന്നു ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ശേഷം നമ്മുടെ കനകം ഉറച്ച തീരുമാനത്തോടെ ആയിരിക്കും കേട്ടോ അവിടേക്ക് പോകുന്നത്. അപ്പോൾ വൈജയന്തി ചിന്തിക്കുന്നുണ്ട്, ഇത് എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ അമ്മേനെ ഒന്ന് നോക്കാൻ മടിക്കുന്ന ആളാ, പിന്നെ എന്ത് പറ്റി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം കനകം വരുന്ന കാര്യം അലീനയും അറിയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞ് അലീന അറിയുമ്പോൾ അലീന അത് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മരുമോള് വരുന്നുണ്ട്, മുത്തശ്ശിയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാൻ. അവള് എൻ്റെ അടുത്ത് നിൽക്കാനോ? അവൾ എന്നെ തിരിഞ്ഞു നോക്കാത്തവളാ അവൾ എനിക്ക് ഒരു സഹായം പോലും ചെയ്തു തന്നിട്ടില്ല, എന്നെ ഒന്ന് നോക്കിയിട്ട് പോലില്ല. അവളെ എന്നെ നോക്കാൻ ഇവിടേക്ക് വരുന്നു, അതിലെന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട് മോളെ, അല്ലാതെ അവൾ ഒന്നും കാണാതെ ഇങ്ങോട്ടേക്ക് അവൾ കെട്ടി എഴുന്നള്ളത്തില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അലീനെ ചിന്തിക്കുക ഇനിയിപ്പോൾ എന്താകും എന്നൊക്കെ. അങ്ങനെ മനു പറയുന്നുണ്ട്, അമ്മ എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ, അതെന്തോ ആയിക്കോട്ടെ, അമ്മേനെ ഞാൻ കൊണ്ടാക്കാം. ഏയ്, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, അച്ഛൻ എന്നെ കൊണ്ടാക്കിക്കോളും, നീ കൊണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പടിക്ക് രണ്ട് പക്ഷേ, അതാ നിന്റെ മനസ്സിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊന്നും മോനെ വെച്ച് പറയാണേ. ഇപ്പം മനുവിന് കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് പിടി കിട്ടുന്നുണ്ട്, അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നും അതുപോലെ തന്നെ അമ്മയുടെ മനസ്സിൽ കുറച്ച് സംശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കനകമാണെങ്കിൽ അവിടെ വീട്ടിലേക്ക് പോവുകയാണ്. മനുവിനെ പോലും കൂട്ടുന്നില്ല കേട്ടോ. മനു വരാമെന്ന് പറഞ്ഞിട്ട് വരണ്ടാന്ന് പറഞ്ഞ് മനുവിൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി ഓഫീസിൽ പോയിട്ടുണ്ടാകും, ബാലചന്ദ്രൻ കടയിൽ പോയിട്ടുണ്ടാകും, മക്കളെല്ലാം സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരിക്കേ. അപ്പോൾ അലീനയായിരിക്കും വാതിൽ തുറക്കുന്നത്. അപ്പോൾ അലീനെ കണ്ട ഉടനെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കനകത്തിൻ്റെ മനസ്സ് നിറച്ച് വിഷവും അതുപോലെ തന്നെ മനസ്സ് നിറച്ച് അലീനയോടുള്ള ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെ ആയതുകൊണ്ട് തന്നെ വെറുപ്പോടെ ആയിരിക്കും ഇവിടെ നോക്കുന്നത്. ചിരിച്ചിട്ട് ഒന്നും ചിരിക്കുക പോലും ചെയ്യുന്നില്ലേ. എന്നിട്ട് അലീന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ ചിരിച്ചിട്ടൊന്നും ചിരിച്ചു പോലും കാണിക്കാതെ. അപ്പം
ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് വായോ എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ വിളിച്ചില്ലേലും അകത്തേക്ക് വരാൻ എനിക്കറിയാം. പിന്നെ നീ ആരാ ഇവിടുത്തെ മുതലാളിയമ്മയൊന്നും അല്ലല്ലോ, വേലക്കാരിയല്ലേ. അപ്പോൾ വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി. വീട്ടിലേക്ക് വരുന്നവരെ ക്ഷണിക്കാനും ഉണ്ണിപ്പിക്കാനും ഒന്നും നീ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ അകത്തേക്ക് കയറുന്നത്. അത് കാണുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സങ്കടമാകുകയാണ്. കാരണം ഇവിടെ ഒരെണ്ണം, അതായത് വൈജയന്തി ഇവിടെ കിടന്ന് പോരിക്കുന്നുണ്ടല്ലോ നമ്മുടെ അലീനനെ. അത് പോരാനിട്ടായിരിക്കും ഇനി അവിടെ നിന്ന് ഒരെണ്ണം കൂടെ കെട്ടി എഴുന്നള്ളിന്ന് അലീന ഓർക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ നേരെ മുത്തശ്ശിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണേ. അമ്മേന്ന് വിളിച്ചുകൊണ്ടായിരിക്കും ചെല്ലുന്നത്. അമ്മേ എങ്ങനെയുണ്ട് അമ്മേ, സുഖമായോ? അമ്മയ്ക്കിപ്പോൾ കാലിനൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ കാലിനൊക്കെ കുറവായി, ഇപ്പം നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അല്ല നീ എന്താ ഇവിടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതെന്താമ്മ എനിക്കിവിടെ വന്നൂടെ? ഞാൻ അമ്മ കുറച്ച് ദിവസം ആയാലും അവിടെ നിന്ന് വന്നിട്ട്, അതുകൊണ്ട് അമ്മേനെ കാണാൻ വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അല്ല അവിടെ നിന്നിട്ട് പോലും എനിക്ക് ഇത്രയും സുഖമില്ലാഞ്ഞിട്ട് പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ നീ എനിക്ക് കൂട്ടാക്കിയിട്ടില്ല. നീ ഇപ്പം എന്നെ കാണാൻ നിൻ്റെ കെട്ടുവനെ മക്കളെ എല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞപ്പം എനിക്കെന്തോ അതത്ര പന്തിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. അല്ലേലും അമ്മയ്ക്ക് അമ്മയുടെ മനസ്സ് നിറച്ച് കുശുമ്പ, അതുകൊണ്ടാണ് ഞാൻ അമ്മേനെ ഒന്ന് സ്നേഹത്തോടെ നോക്കിയപ്പോൾ അതും അമ്മയ്ക്ക് കുറ്റം. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നീ അങ്ങനെയുള്ളവളാണെങ്കിൽ ഞാൻ ശരിയാ സമ്മതിക്കാം. പക്ഷെ നീ എന്നെ തിരിഞ്ഞു പോലും നോക്കാത്ത നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സംശയം, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴും എന്നിട്ട് വേലക്കാരിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് അലീന എങ്ങനെയുണ്ട് അമ്മേ, അമ്മയ്ക്ക് വല്ലതും വെച്ചൊക്കെ തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് 100 നാവാണേ. അവൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എത്രയും ഞാൻ ഇപ്പോൾ സന്തോഷവതിയായിട്ടിരിക്കുന്നത്. എൻ്റെ കാലിൻ്റെ ഒക്കെ പെട്ടെന്ന് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. അവളുടെ ആ ഒരു വൈദ്യവും അതുപോലെ തന്നെ അവളുടെ പെരുമാറ്റം, അവളുടെ ആ ഒരു സഹകരണം, അവൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് സന്തോഷമാണ് എനിക്ക് എന്നൊക്കെ പറയാനുണ്ടോ. എൻ്റെ മനസ്സിനൊരു സമാധാനമായി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്നു. അതുപോലൊരു കൊച്ചുമോളെ കിട്ടുവാണെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയി എൻ്റെ കനകവേ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കനകത്തിൻ്റെ മനസ്സങ്ങ് നീറുകയാണേ. അപ്പോൾ കൊച്ചുമോളെന്നൊക്കെ പറയുമ്പോൾ ആ വേലക്കാരിയെ കൊച്ചുമോളുടെ സ്ഥാനത്തേക്ക് കയറ്റാനാണ് ഇവരുടെ ഉദ്ദേശം. മനു വരുമ്പോൾ ഇവരും വേണേൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും, നല്ലവളാ നീ വേണേൽ കെട്ടിക്കോളാം. അങ്ങനെ ഇപ്പം ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ പോകുന്നതിന് മുമ്പ് അവളെ ഇവിടുന്ന് പടി ഇറക്കിയിട്ടേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണേ. അങ്ങനെ നമ്മുടെ അലീനയുടെ അടുക്കലേക്ക്, അലീന കിച്ചണിൽ ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ ചായ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ വന്ന് നിൽപ്പുണ്ട്. ആരാ? നമ്മുടെ കനകം. ഞാൻ ചായ കൊണ്ടുവരുമായിരുന്നു. ചായ കൊണ്ടുവരുമായിരുന്നു. നിൻ്റെ ഈ തൊലി വെളുപ്പും നിൻ്റെ ഈ സൗന്ദര്യം ഒക്കെ കണ്ടിട്ടായിരിക്കും ഓരോരുത്തന്മാർ ഇവിടെ കയറി ഇറങ്ങുന്നത്. അപ്പോൾ അലീന ചോദിക്കുന്നത്, ഏതവന്മാർ കയറി ഇറങ്ങുന്ന കാര്യം ആൻറ്റി പറയുന്നത്? ആരും കയറി ഇറങ്ങുന്നില്ലേ, എൻ്റെ മക്കളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ. അപ്പം നിന്നെ പറഞ്ഞു വിടാത്തതിൻ്റെ ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ മക്കളാണേലും അടിക്കടി ഇവിടെ വന്നു പോകുന്നുണ്ട്. പിന്നെ ബാലചന്ദ്രനും കടയെ പോലും നോക്കാതെ പകലൊക്കെ ഇവിടെ വന്നു പോകുന്നെന്നും ഒരു ശ്രുതി ഞാൻ കേട്ടു. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നിനക്കിതിനൊക്കെ മാസശമ്പളമാണോ അതോ ദിവസക്കൂലിയാണോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അതെ ആൻറ്റി വീട്ടിൽ കയറി വന്നെന്ന് പറഞ്ഞിട്ട് അനാവശ്യം പറയരുത്. ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട് ശമ്പളം മേടിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ആൻറ്റിയുടെ മോൻ അത് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയാനുണ്ടോ. എൻ്റെ മോനെ പഠിപ്പിക്കാൻ നീ പറയണ്ട. അല്ല എൻ്റെ മോൻ നിനക്ക് വല്ലാത്ത സപ്പോർട്ടാണെന്ന് എനിക്കറിയാം. ആ സപ്പോർട്ടൊക്കെ നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആ ജോലികൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റു ജോലികളിലൊന്നും ഞാൻ ഏർപ്പെടുന്നുമില്ല എന്നിങ്ങനെ പറയാനുണ്ടോ. അപ്പോൾ അലീനയുടെ ആ ഒരു തൻ്റെടവും ആ ഒരു തിരിച്ചു പറഞ്ഞതൊന്നും നമ്മുടെ കനകത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലേ. അങ്ങനെ കനകം കാത്തിരിക്കാൻ കേട്ടോ വൈജയന്തി വരുന്നത് വരെ. വൈജയന്തി വന്നിട്ട് വൈജയന്തി വരുമ്പോഴേ പറയുന്നുണ്ട്, അവൾക്ക് എന്തൊരു അഹങ്കാരമാണ്, ജോലിക്കാരുടെ സ്ഥാനത്ത് നിർത്താത്തതിൻ്റെ അഹങ്കാരമായി കാണിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവൾ തർക്കുത്തരം പറയും. ഉടനെ വൈജയന്തി പറഞ്ഞിട്ട്, എന്നോടും അങ്ങനെ തന്നെയാ, എന്നാക്ക പറഞ്ഞാലും എന്നോടും അങ്ങനെ തന്നെയാ ചേച്ചി, ഓരോ കാര്യത്തിലും തർക്കുത്തരം തന്നെ. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ടല്ലോ, ഇവിടെ ബാലേന്ദ്രനും അമ്മയും പോരാത്തതിനും മനു എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കനകം പറഞ്ഞിട്ടുണ്ട്, മനു ഇച്ചിരി സപ്പോർട്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താ അല്ല മനുവിന് ഇച്ചിരി സപ്പോർട്ട് പറയല് കൂടുതലാ എന്നിങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണേ. ഉടനെ കനകം പറഞ്ഞിട്ടുണ്ട്, അവളെ പറഞ്ഞു വിട്ടൂടെ, നമുക്ക് എല്ലാവർക്കും ശല്യമായി നിൽക്കുന്ന മരമല്ലേ, അത് ഞങ്ങൾ വെട്ടി മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം പോകാൻ പറഞ്ഞതാ, എത്ര പ്രാവശ്യം പറഞ്ഞു വിടാൻ ശ്രമിച്ചതാ, അപ്പോഴെല്ലാം ഓരോ സത്യങ്ങൾ തെളിയിക്കാൻ ഇവിടെ ഓരോരുത്തർ വരുമല്ലോ. ചേച്ചിയുടെ മോൻ തന്നെ മനു വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി അവള് പോകാൻ നിന്നവളെ പിടിച്ച് അകത്തോട്ട് കയറ്റി. ബാലേന്ദ്രനാണെങ്കിലും അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്, അവളെ പറഞ്ഞു വിടുന്നില്ല. അമ്മയ്ക്കാണല്ലോ അങ്ങനെ തന്നെ, പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് നിന്നിട്ട് ഇവിടെ എന്താ ചെയ്യാനാ എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ കനകം ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ, എന്തായാലും ഞാനും കൂടെ ഉണ്ടല്ലോ, ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കനകമാണെങ്കിൽ ഒരു വള കാണുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ വള കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം തിരയുന്നുണ്ട് എല്ലാവരും ചേർന്ന്. അങ്ങനെ കിച്ചണിൽ, അതായത് അടുക്കളയിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ.
അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അടുക്കളയിലെങ്ങാനും വെച്ച് ഊരിപ്പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാ അടുക്കളയിൽ പറഞ്ഞാൽ ഞാൻ അടുക്കള കയറുന്നു പോലും ഇല്ലല്ലോ, അടുക്കള ഭരിക്കുന്നത് അവളല്ലേ, ആ വേലക്കാരി പെണ്ണ്, അല്ലാതെ ഞാനല്ലല്ലോ. എൻ്റെ വളയെ ഞാൻ കുളിക്കാൻ നേരം റൂമിൽ ഊരി വെച്ചതാന്നേ, എന്നിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. ഞാൻ ഓർത്തു ചിലപ്പോൾ ഞാൻ മറന്നിട്ട് ബാഗിൽ വല്ലതും വെച്ചതായിരിക്കുന്നു. ബാഗിൽ നോക്കിയപ്പോഴും ഇല്ല. പിന്നെ ദാണ്ട് നോക്കുമ്പോഴല്ലേ അടുക്കളയിൽ ഇരിക്കുന്നത്. അത് പറന്ന് വന്ന് അടുക്കളയിൽ വരത്തില്ലല്ലോ, അടുക്കളയിൽ വരുന്നവരല്ലേ അത് എടുത്തുകൊണ്ട് വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അലീനയുടെ നേർക്കാ കുറ്റം ചുമത്തുന്നതെന്ന്. ഉടനെ അലീന പറയുന്നുണ്ട്, എനിക്ക് സ്വർണ്ണത്തിനോട് ഒരു കമ്പവും ഇല്ല. ആൻറ്റിയുടെ മോൻ എനിക്ക് തരാൻ ശ്രമിച്ചത് അത് ഞാൻ തിരികെ കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ആൻറ്റിയുടെ സ്വർണ്ണം എടുക്കാൻ ഞാൻ വന്നിട്ടില്ല. ആൻറ്റി വെറുതെ എൻ്റെ മേലിൽ കുറ്റം ചുമത്തണ്ട. ആൻറ്റിയുടെ സ്വർണ്ണം ആൻറ്റി പറഞ്ഞാലേ നടന്നിവിടെ വന്നതായിരിക്കും, അല്ലാതെ ഞാൻ എടുത്തുകൊണ്ട് വന്നതല്ല എന്ന് പറയാൻ കേട്ടോ. ഉടനെ ബാലചന്ദ്രനോട് കണ്ടോ ബാലചന്ദ്ര ഇവിടെ പറയുന്നത് കേട്ടോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അവൾ പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? അവൾ ഈ വീട്ടിൽ നിൽക്കാൻ വേണ്ടി കുറച്ച് നാളെ അവളെ ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയതോ. അവൾ അങ്ങനെ സ്വർണ്ണത്തിനും പണത്തിനും വേണ്ടി നിൽക്കുന്നവളല്ല. അതുകൊണ്ട് ചേച്ചിയുടെ കാര്യം അങ്ങ് നോക്ക്. ചേച്ചി പറയുന്നത് പോലെ അവൾ കട്ടതൊന്നും അല്ല ഇത് എന്ന് പറയാൻ കേട്ടോ. അപ്പം ഞാനാണോ തെറ്റുകാരി എന്നിങ്ങനെ ചോദിക്കുകയാണേ. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, അല്ല ബാലചന്ദ്രന് അവളോട് എന്താ ഇത്ര വലിയ കൂറ്? വീട്ടിൽ വന്ന് ചേച്ചിയെക്കാളും വലുതാണോ അവള് എന്ന് ചോദിക്കാൻ കേട്ടോ. ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റ്? ചേച്ചിക്ക് ചേച്ചിയുടെ വള എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ഇവള് കട്ടാന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ വൈജയന്തി ഓരോന്ന് പറയുകയാണെങ്കിലും ബാലചന്ദ്രൻ അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ എന്താ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വലിയ താല്പര്യമാണെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യാം, അല്ലാതെ ഇത്ര വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു പെൺകുട്ടിനെ ഇങ്ങനെ ശിക്ഷിക്കണോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അങ്ങനെ കനകമാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പിന്നെയും നാണം കെട്ടിട്ട് അവിടെ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ആ സമയത്ത് ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ വിളിച്ച് മനുവിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മനുവായിരിക്കും നമ്മുടെ കനകത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നത്. ഉടനെ എല്ലാവരുടെ മുമ്പ് വെച്ച് പറഞ്ഞിട്ട്, എൻ്റെ അമ്മയെ തന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും, ഞാൻ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ, തനിക്ക് വന്ന മാനക്കേടിന് ഞാൻ സോറി പറയാം കേട്ടോ അലീനെ എന്നിങ്ങനെ പറഞ്ഞ് ഒരു പുഞ്ചിരിയൊക്കെ ചേച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ പോകാൻ നേരം നമ്മുടെ കനകം പറയുന്നുണ്ട് അലീനയോട്, നീ അധികകാലം ഇവിടെ വാഴും എന്ന് നീ വിചാരിക്കേണ്ടടി. അങ്ങനെ എൻ്റെ മകൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നെ ഞാൻ ഒരിക്കലും പ്രതിഷ്ഠിക്കില്ല, നീ നോക്കിക്കോ. അതിനു വേണ്ടി വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചാൽ മതി, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ആയിരിക്കും കേട്ടോ പോകുന്നത്. അങ്ങനെ വൈജയന്തിയെ വിളിച്ച് ബാലചന്ദ്രനെയും അലീനയും ചേർത്തിട്ട് ഓരോ കുറ്റങ്ങളും അതുപോലെ തന്നെ അവർ തമ്മിൽ അവിഹിത ബന്ധമാണെന്നൊക്കെ പറഞ്ഞ് എരിവിരി കയറ്റുന്നുണ്ട് കേട്ടോ വൈജയന്തിയുടെ മനസ്സിലേക്ക്. അങ്ങനെ വിഷം നിറയ്ക്കാൻ കേട്ടോ നമ്മുടെ കനകം. അങ്ങനെ വൈജയന്തി പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ബാലചന്ദ്രനോട് ഭയങ്കര വഴക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും കേട്ടോ.